ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൺ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുഡിംഗാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മാമ്പഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങയൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസും അതേപോലെ തന്നെ സജഷൻസും എനിക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മാംഗോ കസ്റ്റാർഡ് പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മാങ്ങ, ഇതൊന്ന് നമുക്ക് പ്യൂരി ഉണ്ടാക്കാനും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുമാണ്. ഈ ക്യൂബായിട്ട് മുറിച്ചത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് എയറോ റൂട്ട് ബിസ്ക്കറ്റ്. അതിൻ്റെ എണ്ണം നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരും ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് മാറ്റം വരും. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/2 ലിറ്റർ പാല്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 10 എണ്ണം മതിയാവും. പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറി. ഇതും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല, ചെറി വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ വേണ്ടുന്നത് മിൽക്ക് മെയ്ഡ്. ഇതും മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് പഞ്ചസാരയും യൂസ് ചെയ്യാം. പിന്നെ ജെലാറ്റിനും കസ്റ്റാർഡ് പൗഡറും. നമുക്ക് ഫസ്റ്റ് ഈ പഞ്ചസാരേനെ ഒന്ന് കാരമലൈസ് ചെയ്ത് ഈ നട്ട്സും കൂടി ഇട്ടിട്ടൊരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്യാം. പാന് വെച്ചിട്ടുണ്ട്. ഈ പാന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും ഇത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. ഇത് കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ കളറ് മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഇത് പഞ്ചസാര ഉരുകിയിട്ടൊരു ബ്രൗൺ കളറാവും. അതിനെയാണ് നമ്മൾ കാരമലൈസ് ചെയ്യാന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റായി, നന്നായി കാരമലൈസ് ആവുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായ കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കാനായി 1/2 ലിറ്റർ പാല് ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യണം. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു 1/4 ഗ്ലാസ് പാലിൽ നമുക്ക് നന്നായിട്ട് കലക്കി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി തിളപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് നട്ട്സും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പ്യൂരി ഉണ്ടാക്കാനായി മാറ്റി വെച്ച മാങ്ങ നമുക്ക് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് വരാം. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഷുഗറും ആഡ് ചെയ്യാം. നമ്മൾ മാങ്ങ ഇവിടെ മിൽക്ക് മെയ്ഡും ചേർത്ത് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പാത്രമാണ് സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള പാത്രം വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ എടുക്കാം. അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ അളവ് വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് ഉണ്ടാക്കേണ്ടത്. ബിസ്ക്കറ്റും അതേപോലെ തന്നെ അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബിസ്ക്കറ്റായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം. അടുത്ത ലെയറായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത കസ്റ്റാർഡ് മിക്സിൻ്റെ പകുതി ഒഴിച്ചാൽ മതി, കാരണം ഇനി ഒരു ലെയർ കൂടി നമുക്ക് ഒഴിക്കണം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല മണമുള്ള നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
നെക്സ്റ്റ് നമുക്ക് കാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇടണ്ട, നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി കുറച്ച് വേണം, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി ഒരു ലെയർ കൂടി ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ കസ്റ്റാർഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം കാരമലൈസ്ഡ് നട്ട്സും അതേപോലെ മാങ്ങയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നട്ട്സ് ഒരു സൈഡിലൂടെ റൗണ്ടായി ചെയ്ത് പിന്നെ അതിൻ്റെ നടുവിൽ മാങ്ങയും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ വെച്ചിട്ട് ഒന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്ത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാൻ വെക്കുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മുറിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പാടുമായിട്ടും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 4 മണിക്കൂർ മിനിമം എന്തായാലും വെക്കണം. 4 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇത് ക്രീമി ടെക്സ്ചറാണ് കിട്ടുക. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേക്ക് പോലെ കട്ട് ചെയ്ത് എടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് എടുത്ത് നോക്കി. വാവ്, അടിപൊളി, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും സജഷൻസും ഒക്കെ എനിക്ക് അയച്ചു തരാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.